എന്തേ നമുക്ക് പറ്റിയത്? നമ്മൾ മരണത്തെ വെറുക്കുന്നു, മരണത്തോട് നമുക്ക് അനിഷ്ടമാണ്, അതെന്തേ എന്ന ചോദ്യം. അന്നത് ചോദിച്ചത് വിശുദ്ധ മദീനയിൽ സന്ദർശകനായി അന്നത്തെ ഒരു ഭരണാധികാരി വന്നു. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരിയാണ് അന്ന് മദീനയിൽ വന്നത്. മസ്ജിദ് നബവിയിൽ അദ്ദേഹം എത്തി. അന്ന് ആളുകളോട് ചോദിക്കുന്നുണ്ട്, സഹാബികളെ കണ്ട വല്ലവരും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സഹാബികളെ കണ്ട ആളുകൾ, കാരണം ഇവരൊക്കെ സഹാബികളുടെ കാലത്തിനിപ്പുറം സഹാബികളോട് ജീവിച്ചിരിക്കെ താബീങ്ങളുടെ ഗണത്തിൽ വരുന്നവരാണ്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഒക്കെ 1-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ ജീവിച്ചവരും ഭരിച്ചവരുമാണ്. അപ്പോൾ സഹാബികൾ അവരെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അന്ന് ആളുകൾ മസ്ജിദ് നബവി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സഹാബികളിൽ പലരെ കണ്ടൊരു വ്യക്തി മഹാൻ അബൂ ഹാസിമാണ്. അബൂ ഹാസിം സലമത്ത് ഇബ്നു അംർ, പ്രസിദ്ധ താബിഈ പണ്ഡിതൻ. സലമ ഇബ്നു അംർ അബൂ ഹാസിം എന്നവരുണ്ട് എന്ന് പറയണം. അങ്ങനെ അബൂ ഹാസിമിനെ വിളിച്ച് ഈ ഭരണാധികാരി കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ സുന്ദരമായി പ്രതികരിക്കുന്നുണ്ട്. അതിലൊരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ടാണ് നമുക്ക് മരണത്തോട് അപ്രിയം, അല്ലെങ്കിൽ മരണത്തെ നമ്മൾ എന്തുകൊണ്ട് വെറുക്കുന്നു? അപ്പോൾ സലമ ഇബ്നു അംർ അബൂ ഹാസിം ദാർശനികനാണ്, പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതനാണ്, ജിഷണാശാലിയാണ്. അദ്ദേഹം പറയുന്നത്, ലിഅന്നകും അമ്മർതുമുദ്ദുന്യ വഖറബ്തുമുൽ ആഖിറ, മരണത്തെ വെറുക്കുന്നതിൻ്റെ കാരണം ദുനിയാവ് നിങ്ങൾ തമീർ ചെയ്തു, ദുനിയാവിനെ പ്രൗഢിയാക്കാൻ, ദുനിയാവിനെ നാഗരികമാക്കാൻ, ദുനിയാവിനെ നിത്യവാസത്തിനെന്ന പോലെ സജീവമാക്കാൻ നിങ്ങൾ പരിശ്രമിച്ചു. വഖറബ്തുമുൽ ആഖിറ, പരലോകത്തെ നിങ്ങൾ കേടാക്കി, പരാജയപ്പെടുത്തി, വസിക്കാൻ യോഗ്യമല്ലാതാക്കി. അതുകൊണ്ട് തന്നെ തക്റഹൂനൽ ഇന്തിഖാല മിനൽ ഉംറാൻ ഇലൽ ഖറാബ്, ജീവിക്കാൻ നിങ്ങൾ തരപ്പെടുത്തിയ, വാസയോഗ്യമാക്കിയ ദുനിയാവിൽ നിന്ന് നിങ്ങൾ തന്നെ കേടാക്കിയ നിങ്ങളുടെ ആഖിറത്തിലേക്ക് പോകാൻ നിങ്ങൾ വെറുക്കുന്നു. അതാണ് അതിൻ്റെ കാരണം എന്ന് അബൂ ഹാസിം സലമത്ത് ഇബ്നു അംർ റഹിമഹുല്ല അന്ന് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ കണ്ണീർ കണങ്ങളെ വീഴ്ത്തി എന്നാണ്.